400ഓളം വർഷങ്ങൾ നമ്മൾ വളരെയേറെ വിഷമിച്ചു. അതിനുശേഷം നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ സഭയുടെ പരിശുദ്ധ പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ഈ സഭയുടെ അംഗമായിട്ട് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു വ്യക്തിയും അൽമായനോ സമർപ്പിതരോ മേലധ്യക്ഷന്മാരോ സമുദായ നേതാക്കന്മാരോ ആരുമാകട്ടെ ഈ സഭയുടെ അംഗമായി നിന്നുകൊണ്ട് ഈ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യരുത്. അതൊരു പാരഡോക്സിക്കലായിട്ടുള്ള കാര്യമാണ്, സൂയിസൈഡലായിട്ടുള്ള കാര്യമാണ്. ഇതിനെ സംരക്ഷിക്കാനും ഇതിനെ വളർത്താനും അസ്തിത്വപരമായ ചുമതലയുള്ള ആളുകളാണ് നമ്മൾ. നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റാർക്കാണ് അത് സാധിക്കുന്നത്? വേറെ ആരും ഇത് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധ പൈതൃകങ്ങളുടെ സ്ത്രീഹന്മാരായിട്ട് എക്കാലവും നിൽക്കണം. ആരും അതിനെ ചോദ്യം ചെയ്യരുത്. അതിനെ വളർത്താൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. നമ്മളേറെ യുദ്ധം ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ സഭയുടെ ഈ പ്രവർത്തന സ്വാതന്ത്ര്യവും ഇതിൻ്റെ ദൈവാരാധന ക്രമങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടിയത്. അത് വലിയൊരു അപ്പസ്തോലികമായ പൈതൃകമാണ്. സേദസ് തോമ്മേ അപ്പോസ്തലി, തൊമായുടെ സിംഹാസനം എന്ന് പറയുന്നത് അതെവിടെയെങ്കിലുമുള്ള ഒരു കസേര മാത്രമല്ല. ആ ശ്രീഹായോട് ബന്ധപ്പെട്ടിട്ടുള്ള വിശുദ്ധ പൈതൃകങ്ങൾ നമ്മൾ സംരക്ഷിച്ച് അതിനെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് അവിടെ ഒരു പ്രീസിഡൻസ്, ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു ചെയർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇന്ന് നമ്മൾ